ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത്ര അലർജി സമരത്തോട് വേണ്ട. കാരണം ഭരണം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല, മാസം കഴിഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവരാണെന്നുള്ള ഓർമ്മ ഇപ്പോഴത്തെ ഭരണക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യ കേരളം ഐസിയുവിലാണ് എന്നുള്ളതാണ് ഇത്രയും നാള് നമ്മൾ എല്ലാവരും പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഇനി ഈ ഭരണം തുടർന്നാൽ ആരോഗ്യ കേരളം ഐസിയുവിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെടേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടാണ് ഈ സമരവുമായി കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇവരെ ഇനിയും ഭരണമേൽപ്പിച്ചാൽ ആരോഗ്യ കേരളം ഐസിയുവിലും നിൽക്കില്ല, അത് വെന്റിലേറ്ററിലേക്കാവും. ആ ഭരണം തുടർന്നാൽ വെന്റിലേറ്ററിൽ നിന്ന് അത് മോർച്ചറിയിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് കേരളത്തിലെ ജനങ്ങളെ പിടികൂടിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഐസിയുവിൽ നിന്ന് ഭരണം തുടർന്നപ്പോ വെന്റിലേറ്ററിലായി. വെന്റിലേറ്ററിൽ നിന്ന് ഇനിയും ഭരണം തുടർന്നാൽ അത് മോർച്ചറിയിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് കേരളത്തിലെ ജനങ്ങളെ പിടികൂടിയിട്ടുള്ളത്. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയോ UDFന്റെ സഹപ്രവർത്തകരെയോ ബാധിക്കുന്ന ഒരു ഭയം മാത്രമായിട്ട് നിങ്ങൾ അതിനെ ചെറുതായി കാണരുത്. അത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പേടിയാണ്, കേരളത്തിലെ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന പേടിയാണ്. ഞാൻ ചോദിക്കുന്ന, ഒരു വാർത്ത വായിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ, ഒരു വാർത്ത കാണുന്ന ഒരു സാധാരണ വീട്ടമ്മ, തന്നെ പോലുള്ള ഒരു സഹോദരി, തന്നെ പോലുള്ള ഒരു അമ്മ, തന്നെ പോലൊരു ഭാര്യ, തന്നെ പോലൊരു വീട്ടമ്മ 5 വർഷക്കാലം വയറ്റിൽ കത്രിക കൊണ്ട് നടക്കേണ്ടി വരുന്നു എന്ന് വാർത്ത കാണുമ്പോ ഇവരുടെ നേതാക്കന്മാരും ബുദ്ധിജീവികളും പ്രസംഗിക്കുന്നത് പോലെ അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള നിലപാടാണോ എടുക്കേണ്ടത്? ഇവരുടെ മന്ത്രി പ്രതികരിക്കുന്നത് പോലെ അഹങ്കാരത്തോടെയാണോ അതിന് മറുപടി പറയേണ്ടത്? അത് കാണുന്ന ഒരു സാധാരണ വീട്ടമ്മ നിസ്സംശയം ഞാൻ പറയും ആശങ്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് കാണുന്ന ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ആശങ്കപ്പെടും. അത് കാണുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കും. അത് കാണുന്ന ആളുകൾ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്തേക്ക് അവരെ ഭയം പിടികൂടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതുവല്ല UDF ഗവൺമെന്റിന്റെ കാലത്തായിരുന്നെങ്കിൽ, ഇതുവല്ല UDFന്റെ മന്ത്രിയുടെ കാലത്തായിരുന്നെങ്കിൽ, ഈ പ്രശ്നമുണ്ടായത് വല്ല UDFന്റെ ഗവൺമെന്റിന്റെ കാലത്തോ UDFന്റെ മന്ത്രിയുടെ കാലത്തോ ആയിരുന്നെങ്കിൽ ജയന്തേട്ട ഇവിടെ വരാൻ പോകുന്നത് കരിങ്കൊടി ആയിരിക്കില്ല, കയ്യേറ്റവും കൊലവിളിയുമായിരുന്നു എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ സമാധാന പ്രേമികളായിട്ടുള്ള ആളുകൾ, ആ സമാധാന പ്രേമികളായിട്ടുള്ള ആളുകൾ അവര് പറയുന്ന ഏർപ്പാടുകളും അവരുടെ സമരവിരുദ്ധതയൊക്കെ അവരുടെ കഴിഞ്ഞ കാലം ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവണം. ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ MP രാജേഷിനെ പോലെ, രാജീവിനെ പോലുള്ള ആളുകളൊക്കെ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് ഇപ്പൊ പറയുന്ന വർത്താനം, അവർക്കിപ്പോ സമരങ്ങളോട് പുച്ഛമാണ്, അവർക്കിപ്പോ സമരങ്ങളോട് അലർജിയാണ്, അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ആ അലർജിയുടെ കാരണം ഭരണമാണ്, ഭരണത്തിന്റെ സൗകര്യങ്ങളാണ്, അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ്. ഭരണമില്ലെങ്കിൽ കരയിലേക്ക് എടുത്തിട്ട മീനിനെ പോലെ പെടയുന്ന ആളുകളായി മാറുന്ന തരത്തിലേക്ക് ഇവരുടെ മന്ത്രിമാര് മാറുക. പക്ഷെ അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ കാണുന്ന കുറെ ചിത്രങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ ഷെഹിനെ അവരുടെ മറ്റേ ഈ നോട്ടീസ് ഇറക്കുമ്പോ, അവരുടെ പുസ്തകം ഇറക്കുമ്പോ അതൊക്കെ തുറന്നു നോക്കിയാൽ കാണാൻ സമരം ചെയ്യുന്ന രാജീവിന്റെ ധീര പരിവേഷമുള്ള ചിത്രം. MP രാജേഷിന്റെ പ്രസംഗങ്ങളിൽ കേൾക്കാൻ പണ്ടത്തെ സമരത്തിന്റെ വലിയ ആവേശം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രവർത്തകരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോ അപ്പൊ സമരവീര്യമുള്ള നേതാവായുള്ള കഴിഞ്ഞ കാലങ്ങളുടെ ചിത്രം അത് വലിയ തോതിൽ പ്രദർശിപ്പിക്കുന്ന ആളുകൾ, അവർക്കിപ്പോ സമരത്തോട് എന്താ അലർജി? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത്ര അലർജി സമരത്തോട് വേണ്ട. കാരണം ഭരണം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല, മാസം കഴിഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവരാണെന്നുള്ള ഓർമ്മ ഇപ്പോഴത്തെ ഭരണക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് ആ ഒരു എൻട്രി അല്ലല്ലോ, ലാറ്ററൽ എൻട്രിന്നോ വേറെ ഏതെങ്കിലും കോട്ടാന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റനാണ് കപ്പിത്താനാണ് ഒലയില്ല എന്നൊക്കെ ആഞ്ഞു തള്ളിയതിന്റെ പേരിലോ എന്തിന്റെ പേരിലോ കിട്ടിയതാണെന്ന് വിചാരിക്കാം. പക്ഷെ മറ്റു മന്ത്രിമാർക്ക് അങ്ങനെയല്ലല്ലോ, അവർക്ക് എന്താ ഇപ്പൊ സമരങ്ങളോട് അലർജി? അവർക്കെന്താ കരിങ്കൊടിയോട് ഇപ്പൊ അലർജി? കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇതിന്റെ മുമ്പ് കരിങ്കൊടി സമരത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചതല്ലേ? എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിലേക്കും നെറ്റിയിലേക്കും കല്ലെറിഞ്ഞപ്പോ ലോഹത്തിന്റെ കൂടാണോ നെഞ്ചിലെന്ന് ചോദിച്ച പിണറായി വിജയന്റെ വാക്കുകൾ അത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല.
നിങ്ങൾക്കിപ്പോ മറവി രോഗമൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഈ സമരം ഇത് എന്തുകൊണ്ട് നമ്മൾ നടത്തേണ്ടി വരുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തേണ്ടി വരുന്നത്? എന്താ ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരിയുടെ പേര്? കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ ഹർഷിന. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2017 തോന്നുന്നു ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായി ആ കത്രിക അവരുടെ വയറ്റിൽ പെട്ടിട്ടു. അവരുടെ സിസേറിയനുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിയുടെ വയറ്റിൽ ഒരു കത്രിക പെട്ടിട്ട് അത് മാംസത്തോടൊട്ടി. അങ്ങനെ കഴിഞ്ഞ് അവർക്കുണ്ടാവുന്ന നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് തിരിച്ചറിഞ്ഞത് അവരുടെ ശരീരത്തിൽ ലോഹമുണ്ടെന്ന്. അവരെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലും സ്കാനിങ്ങിനും മറ്റും പോയപ്പോ അവിടെ ഉണ്ടായ ആളുകൾക്ക് നേരിടേണ്ടി വന്ന അനുഭവമൊക്കെ നിങ്ങൾ എല്ലാവരും വായിച്ചു കാണും, കേട്ട് കാണും, കണ്ടു കാണും. ഞാൻ ചോദിക്കട്ടെ, 2017 കത്രിക വയറ്റിനകത്ത് പെട്ടുപോയി അതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സഹോദരി, ഈ സർക്കാരിന്റെ മുന്നിൽ ഒരു നിത്യരോഗിയായി പോയ ഒരു സഹോദരി സർക്കാരിന്റെ മുമ്പിൽ കൈ നീട്ടുമ്പോ പുറങ്കാല് കൊണ്ട് തൊഴിച്ചിട്ട് ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് നമ്പർ 1 തള്ളലുകാർ ചോദിച്ച കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ തൂക്കിയെടുത്ത് ദൂരെ കളയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് ആരോഗ്യമന്ത്രി ചോദിക്കുക, എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? മാഡം, 2017 ശരീരത്തിൽ കത്രിക വിട്ടുപോയ ഒരു സഹോദരിക്ക് സെക്കൻഡ് വരെ നിങ്ങളൊരു നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? അവരുടെ ചികിത്സയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ടോ? അവരനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്ക് എന്തെങ്കിലും പരിഹാരം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഗവൺമെന്റിന്റെ അല്ല, അല്ലെങ്കിൽ ഇവിടെയല്ല, മെഡിക്കൽ കോളേജിന്റെ അല്ല എന്ന് പറയാനാണ് മെഡിക്കൽ ബോർഡ് പോലും ശ്രമിച്ചത്. അവസാനം പോലീസ് അന്വേഷിക്കേണ്ടി വന്നു. പോലീസ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മെഡിക്കൽ കോളേജിലാണ് അത് സംഭവിച്ചത് എന്ന്. 2017 മുതൽ വർഷങ്ങൾ അത് ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടി വന്നു. അത് മാംസത്തോടൊട്ടിയിരുന്നു, അറുത്തുമുറിച്ച് മാറ്റേണ്ടി വന്നു. നിത്യരോഗിയായി ആ പ്രിയപ്പെട്ട സഹോദരി മാറി. നിങ്ങൾ അറിയണം, ഇന്നേ വരെ ഒരു നയാ പൈസ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് അറിയോ, ഇവര് ബോർഡ് കൂടിയിട്ട് എത്രയാ കൊടുക്കാൻ തീരുമാനിച്ച്? 2 ലക്ഷം രൂപ.